രമ, ഇപ്പോൾ ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം കണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ഇന്നലെ ആനി രാജയുടെ പ്രതികരണം ഉണ്ടായിരുന്നു. കേസ് എടുക്കേണ്ടതുണ്ട്, സർക്കാർ സ്വന്തം നിലയ്ക്ക് കേസ് എടുക്കണം എന്നാണ് ശക്തമായ ഒരു പ്രതികരണമായി ആനി രാജയിൽ നിന്ന് വന്നത്. രമയ്ക്ക് തുടരാം. അല്ല, ബഹുമാനപ്പെട്ട ബിനോയ് വിശ്വസ്തിനെ അതല്ലാതെ പറയാൻ കഴിയില്ലല്ലോ. ഇവരുടെ ഈ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നൊക്കെ ഇതിലപ്പുറത്ത് അവർക്കുള്ളിൽ അഭിപ്രായമുണ്ടെങ്കിലും അതിലപ്പുറത്തേക്ക് ഒരു അഭിപ്രായമൊന്നും പ്രതീക്ഷിക്കുന്നില്ല സ്മൃതി. അതുകൊണ്ട് ബിനോയ് വിശ്വം അത് തന്നെയേ പറയുള്ളൂ. ഏതായാലും ആനി രാജയെ പോലെയുള്ള ആളുകളൊക്കെ അത് പറയുന്നുണ്ട് എന്നുള്ളതും അതുപോലെ നമുക്ക് ഈ സത്യത്തിൽ വനിതാ കമ്മീഷൻ്റെ ഒരു നിലപാടൊക്കെ വളരെ പ്രയാസം തോന്നുക, ശരിക്കും അത്ഭുതപ്പെടുത്തുക. വനിതാ കമ്മീഷൻ എന്ന് ചോദിച്ചത് എന്താ, പിന്നെ ഇതിനകത്ത് ഏതെങ്കിലും ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞാൽ ഊഹാപോഹങ്ങളാണ് എന്ന് പറയാൻ സാധിക്കുക? ഊഹാപോഹങ്ങളാണോ ഇതിനകത്ത് മുഴുവനുള്ളത്? ഹിയർ ടു സേ നോട്ട് ടു ഹിയർ സേ വളരെ കൃത്യമായിട്ട് അതിനകത്ത് പറയുക. കൃത്യമായ മൊഴികളും തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ്, കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലല്ല എന്ന് വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിടത്തിലാണ് ഇത് വീണ്ടും പറയുന്നത്. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗമായിരിക്കുന്ന സംവിധാനങ്ങളൊക്കെ ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നിടത്തിലേക്കാണ് ഇവിടെ എത്ര ഉച്ച വെച്ചിട്ടും ഈ സർക്കാർ ഇത്തരത്തിലേ മുന്നോട്ട് പോകുള്ളൂ എന്ന് നമുക്ക് തോന്നാൻ കഴിയുന്നത്. ഇതിനകത്ത് സർക്കാർ അടിയന്തരമായി ചെയ്യേണ്ടത് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയമിക്കണം. സ്ത്രീ വനിതാ IPSമാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയമിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് പഠിക്കുകയും ഇതിനകത്ത് രഹസ്യമായിട്ട് തീർച്ചയായിട്ടും മൊഴി രേഖപ്പെടുത്താം. 164 ഒക്കെ രേഖപ്പെടുത്തുന്നതിന് വലിയ പ്രശ്നങ്ങളുണ്ടോ? ആ രേഖപ്പെടുത്തിക്കൊണ്ട് കേസ് ഹാജരാക്കുന്നതിന് എന്താണ് തടസ്സം? ആ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നതിന് എന്താണ് തടസ്സം? അത്തരത്തിലുള്ള അന്വേഷണമെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് നടത്താൻ സർക്കാർ പ്രഖ്യാപിക്കുകയാണ് ചെയ്യേണ്ടത്. ഈ റിപ്പോർട്ട് സ്ത്രീകളുടെ കൂടെയാണ്, ഞങ്ങൾ ഇരയ്ക്കൊപ്പമാണ് എന്നാണ് സർക്കാർ ഇപ്പോഴും പറയുന്നതെങ്കിൽ, ഈ ന്യായീകരണങ്ങൾ ശുദ്ധീകരിക്കാനാണ് പോകുന്നതെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അതെങ്കിലും ചെയ്യാൻ സർക്കാർ ഇപ്പോൾ തയ്യാറാവേണ്ടതാണ് എന്നുള്ളതാണ്. ഇല്ലാതെ ഈ പറയുന്നതിനൊന്നും യാതൊരു അർത്ഥവുമില്ല. ഒരു കോൺക്ലേവും മാമാങ്കവുമല്ല ഈ നാട്ടിലെ സ്ത്രീകൾക്ക് ആവശ്യം. ഇവിടെ സിനിമയിലെ പ്രവർത്തിക്കുന്ന ഈ പറഞ്ഞ ആളുകൾക്കൊക്കെ അവരൊക്കെ ഭയത്തിൽ ഇപ്പോഴും നിൽക്കുകയായിരിക്കും. ആ ഭയത്തിൽ നിൽക്കുന്ന ആളുകൾക്കൊന്നും ആവശ്യം അതല്ല. അവരത് പറഞ്ഞത് അത്രമാത്രം തീക്ഷ്ണമായ അനുഭവങ്ങളിൽ കൂടിയായിരിക്കും അവരത് പറഞ്ഞിട്ടുണ്ടാവുക എന്നുള്ളതും നമുക്കറിയാം. അതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ അടിയന്തരമായി എത്തേണ്ടതാണ്. ഈ കോൺക്ലേവിന് മുന്നേ സർക്കാർ അത് തീരുമാനിക്കുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഈ കോൺക്ലേവ് തടയുമെന്നാണ് പ്രതിപക്ഷ നേതാവെന്ന് പറഞ്ഞത്. ഇക്കാര്യത്തിൽ പ്രതിപക്ഷം ഒരുമിച്ച് എങ്ങനെയൊരു നിലപാടിലേക്കാണ് പോകുന്നത്? തീർച്ചയായിട്ടും സ്മൃതി, ഇങ്ങനെയാണ് സർക്കാരിൻ്റെ പോക്കെങ്കിൽ അങ്ങനെ ഒരു തീരുമാനമോ ഒരു നിയമപരമായ നടപടികളോ ഇതിനകത്ത് ഒരു അന്വേഷണമോ ഒന്നും നടത്താതെ ഇതിൽ പറഞ്ഞ ആളുകളെയൊക്കെ സംരക്ഷിച്ചുകൊണ്ട് ഒരു കോൺക്ലേവിലേക്കാണ് പോകുന്നതെങ്കിൽ അതിശക്തമായ സമരങ്ങളിൽ നേരിടേണ്ടി വരും. അത് തടയുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിക്കും എന്ന് ഒരു സംശയവുമില്ല സ്മൃതി. അങ്ങനെയൊന്നും പോകാൻ സാധിക്കില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനങ്ങൾ ചില കാര്യത്തിൽ എടുത്തെങ്കിൽ മാത്രമേ ഇതിനൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് കോൺക്ലേവ് അല്ല നമുക്ക് ആവശ്യം. അത് സിനിമാ മേഖലയിലെ വികസനത്തിന് അവർ മറ്റ് പലതും പിന്നീട് നടത്തിക്കോട്ടെ. ഇതിൻ്റെ ബേസ് ചെയ്തുകൊണ്ട് ഒരു കോൺക്ലേവ് അല്ല ഇവിടെ ആവശ്യം. അതിനല്ല WCC അവർ പോരാട്ടം നടത്തുന്നത്. അവർ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളും അതല്ല. അതിനോട് ചേർന്നാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. അവരുടെ ആ പോരാട്ടത്തിനോടൊപ്പം ചേർന്ന് തന്നെ പറയാണ്, അത്തരത്തിലൊരു മാമാങ്കത്തിന് അനുവദിക്കുന്ന ഒരു വിഷയം ഉദിക്കുന്നില്ല.